ഇന്ന് ഗൗരവവും ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം വീണ്ടും ഉണ്ടായ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. വയനാട് മേപ്പാടിയിലെ കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ മേലെ മണ്ണിടിച്ചിലുണ്ടായി മരിച്ച തൊഴിലാളികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളുടെയും ദുരന്ത നിവാരണ വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പരമാവധി വേഗതയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് സഹായിക്കത്തക്ക രീതിയിൽ മുഴുവൻ പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും രംഗത്തിറങ്ങണമെന്ന് ഇന്നലെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാൻ എല്ലാ സംവിധാനങ്ങളും കൂടുതൽ ശക്തിയോടെ ഇടപെടണം. ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് അടിയന്തരമായ വിദഗ്ധ ചികിത്സ നൽകണം. മരണപ്പെട്ടവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും അടിയന്തര ധനസഹായവും ഉറപ്പാക്കണം എന്നാണ് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വിഷയത്തെ രാഷ്ട്രീയ ആക്രമണത്തിന് ഉപയോഗിക്കാൻ UDF നേതാക്കളും മന്ത്രിമാരും ചില മാധ്യമങ്ങളും വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ പ്രശ്നമെന്ന രീതിയിലല്ല ഇതിനെ കാണേണ്ടത്. പരമാവധി രക്ഷാപ്രവർത്തനം യോജിപ്പിച്ച് വളരെ വേഗം പൂർത്തിയാക്കാൻ സാധിക്കണം എന്നതാണ് ഗവൺമെന്റിന്റെ ആദ്യത്തെ ശ്രദ്ധ ഉണ്ടാവേണ്ട കാര്യം. ഇന്ന് വൈകുന്നേരം പ്രതിപക്ഷ നേതാവും ഞങ്ങളെല്ലാം വയനാട്ടിലേക്ക് പോവുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഗവൺമെന്റ് സംവിധാനം, അതുപോലെ ജനകീയമായ ഇടപെടൽ ഉൾപ്പെടെ നല്ല നിലയിൽ ഇപ്പോഴും വയനാട് മണ്ണിടിച്ചിൽ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. കുറേയും കൂടി ഏകോപിപ്പിച്ച് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കണം എന്നാണ് സംബന്ധിച്ച് പറയാനുള്ളത്. വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനത്തോടെ അതിന്റെ കള്ളക്കളി തുടരുകയാണ് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. ഇവിടെ ഷെയർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് പറയേണ്ട കാര്യം വ്യക്തതയോടെ പറയുന്നതിന് പകരം മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന് ഈ കാര്യം സംബന്ധിച്ചെല്ലാം മുൻകൂർ അറിവുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് VD സതീശൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് നടത്തിയിട്ടുള്ള യാത്ര, അവിടെ വെച്ച് നടത്തിയിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളുമെല്ലാം സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നീക്കത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. കേന്ദ്ര ഏജൻസിയായ SEBIയെയും മാധ്യമങ്ങളെയെല്ലാം അറിയിച്ചതിന് ശേഷമാണ് സർക്കാർ അറിഞ്ഞതെന്ന വാദം നിലനിൽക്കുന്നതല്ല. സർക്കാരിൽ നിന്ന് മനഃപൂർവ്വം ഇക്കാര്യം മറച്ചുവെച്ചുവെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ്, നിയമ നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ന
മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഓഹരി കൈമാറ്റം സംബന്ധിച്ച വിഷയത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥതല പരിശോധന നടത്തുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത്. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെയും UDFന്റെയും രാഷ്ട്രീയ നിലപാടെന്ത് എന്നാണ് മുഖ്യമന്ത്രിയിലൂടെ ജനങ്ങൾ കേൾക്കേണ്ടത്. അതിപ്പോഴും പറയാൻ കൂട്ടാക്കിയിട്ടില്ല. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ ഒരു സ്വകാര്യ കമ്പനിക്ക് അടിയറ വെക്കുന്ന നിലപാടിനെയാണ് ഞങ്ങളെല്ലാം എതിർത്തത്. അദാനിയുമായിട്ടുള്ള രഹസ്യ ഉടമ്പടികൾക്ക് ഇടനിലനിൽക്കുന്ന VD സതീശന്റെ നിലപാടിനെ കുറിച്ച് രാഹുൽ ഗാന്ധി അഭിപ്രായം പറയണം എന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം അദാനിയുടെ കള്ളക്കച്ചവടങ്ങളെക്കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്ന രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. ബാംഗ്ലൂർ യാത്രയെ സംബന്ധിച്ചും ഇതേവരെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അദാനിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഡീൽ സംബന്ധിച്ചും ബാംഗ്ലൂർ യാത്ര സംബന്ധിച്ചും തീർച്ചയായും കോൺഗ്രസ് നേതൃത്വത്തിന്റെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം വളരെ പ്രധാനമാണ്. കേരളം ഭരിക്കുന്നത് BJP അല്ല എന്ന് ഓർമ്മിപ്പിച്ചത് KC വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. സത്യത്തിൽ അത് KC വേണുഗോപാലൻ ചൂണ്ടിയത് അദാനിയെ അല്ല, VD സതീശനെയാണ് എന്ന കാര്യം നമുക്കെല്ലാം വ്യക്തതയുള്ള ഒന്നാണ്. UDF സർക്കാർ നടപ്പിലാക്കുന്നത് BJP പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുകയുണ്ടായി. സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണ നീക്കവുമായി ധവളപത്രത്തെ തുടർന്നു വന്ന BJP തന്നെ അതിനെ സ്വാഗതം ചെയ്തതിന് ശേഷമുണ്ടായ ബഡ്ജറ്റിലും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ധവളപത്രത്തെയും സ്വകാര്യവൽക്കരണ നിലപാടുകളെയും BJP സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന UDFന്റെ നിലപാടുകളും നയങ്ങളും അത് ഞങ്ങളുടെ നിലപാടാണ്, നയങ്ങളാണ് എന്ന് പരസ്യമായിട്ട് പറയുന്ന നീതി ഉണ്ടായി. ഇപ്പോൾ മോദിക്കും അദാനിക്കും വേണ്ടി നാട് ഭരിക്കുന്ന ഭരണാധികാരിയായി VD സതീശൻ എന്ന മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. ഓഹരി കൈമാറ്റം സംബന്ധിച്ച വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ച് ദേശാഭിമാനി പത്രമാണ് എന്ന ഒരു വ്യാജ പ്രചാരവേല, അതിൽ പാർട്ടി നേതൃത്വവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത് എന്ന കാര്യമൊക്കെ അദ്ദേഹം പറയുണ്ടായി. CPIയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അദാനിയുമായിട്ട് ഈ രീതിയിലുള്ള ഒരു ഡീലും ഞങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഭരണപരമായ നിലപാടുകൾ കൈകാര്യം ചെയ്തു പോകുക എന്നതിൻ്റെ അപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ദേശാഭിമാനി പത്രത്തിൽ ആണ് ആദ്യം വാർത്ത വന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. ആദ്യം പ്രസിദ്ധീകരിച്ചത് ദേശാഭിമാനി പത്രമല്ല, ജൂൺ 1-ാം തീയതി എക്കണോമിക്സ് ടൈംസ് ആണ് ഈ വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം ജൂൺ 3-ന് മാതൃഭൂമിയുടെ ബാക്ക് പേജിൽ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ അവർ നൽകിയിട്ടുണ്ട്. വാർത്ത വസ്തുത ഇതായിരിക്കുമ്പോഴാണ് പച്ച കള്ളം പറഞ്ഞ് ദേശാഭിമാനിയെയും പാർട്ടി നേതൃത്വത്തെയും ഇതിന്റെ ഭാഗമായി വലിച്ചിഴക്കാൻ ശ്രമിക്കുന്നത്.
അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്കെതിരായി നടത്തിയ പരാമർശവും മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന് യോജിച്ച ഒന്നല്ല. ഒരു മറയുമില്ലാതെ പച്ചക്കള്ളം പറയുകയാണ് അദ്ദേഹം ചെയ്തത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രവർത്തനാനുഭവമുള്ള ഒരാളാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത് സംബന്ധിച്ച വസ്തുതകൾ പൊതു താല്പര്യത്തിന്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു തെറ്റും ഉള്ളതല്ല. തനിക്കുള്ള അറിവുകൾ സമൂഹത്തെ അറിയിക്കുക എന്ന പൊതുപ്രവർത്തകന്റെ ഉത്തരവാദിത്തമാണ് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട ഒളിച്ചുകളി സർക്കാർ ഇപ്പോഴും തുടരുന്നു എന്നതാണ്. മദ്യ കമ്പനികൾക്ക് നൽകിയ നികുതി ഇളവ് ഫിനാൻസ് ബില്ലിൽ ഉൾപ്പെടുത്തി അത് നിയമസഭ പാസാക്കുകയും ചെയ്തു. എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ പറഞ്ഞത്, ഈ മദ്യം വിൽക്കില്ല എന്ന് തീരുമാനിച്ചാൽ പോലും മദ്യ കമ്പനികൾക്ക് കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് സമ്പാദിക്കാനുള്ള സാധ്യതയായി എന്നാണ്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, എന്തിനാണ് ഈ ടാക്സ് 251% നിന്ന് 120% കുറക്കാൻ തീരുമാനിച്ചത് എന്നുള്ള കാര്യത്തിന് ഇപ്പോഴും ഉത്തരം പറയുന്നില്ല. അതിന്റെ ഗുണഭോക്താവ് ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴാർക്കും സംശയമില്ല. വേറെ ആരുമല്ല, മദ്യ മുതലാളിമാർ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, മുഖ്യമന്ത്രിയുടെ ഒരുതരം വംശീയമായ പ്രചാരവേല ഈ അതിഥി തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാസി മനസ്സുള്ള ജനത ഏറ്റവും കൂടുതലുള്ള നാട് കേരളമാണ്. ഇവിടെയുള്ളവരാണ് യഥാർത്ഥത്തിൽ ലോകത്തിന്റെ വിവിധ മേഖലയിൽ ചേക്കേറി ജീവിതം നയിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്. അപ്പോ സ്വന്തം നാട്ടിലേക്ക് പണം അയക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വേണ്ടാത്ത രീതിയിലുള്ള ഒരു സ്പർദ്ധ രൂപപ്പെടുത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരിക്കലും ആ ഒരു പരാമർശം പോലും നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവാക്കൾ പ്രധാനമായിട്ടും IT മേഖലയെയാണ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. അമേരിക്കൻ മെഡിക്കൽ കോഡിംഗ് കമ്പനിയായ കോറോ ഹെൽത്ത് കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ 800-ലധികം വരുന്ന ജീവനക്കാരെ 2 കേന്ദ്രങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു അവരെല്ലാം കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ശക്തിയായ പ്രതിഷേധമാണ് കേരളം ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇത്തരം വെല്ലുവിളിയെയും ധിക്കാരത്തെയും കേരളത്തിൽ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട് കേരളം കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കോഡുകൾ ഈ അടച്ചുപൂട്ടുന്നവരെ സംരക്ഷിക്കുന്ന ഒന്നാണ് എന്ന് ഞങ്ങൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ചതാണ്. അതാണ് ഇപ്പോഴും കൂടുതൽ വ്യക്തമാക്കിയത്. ലേബർ കോഡിനെതിരായി നടന്ന പ്രക്ഷോഭത്തെ പരിഹസിക്കുന്ന നിലപാടാണ് ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് സമരം നടക്കുന്ന, പണിമുടക്ക് ഉൾപ്പെടെ നടക്കുന്ന സന്ദർഭത്തിൽ പോലും പറഞ്ഞിരുന്നത്. ലേബർ കോഡിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ ദുരനുഭവങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാ ജനവിഭാഗങ്ങളും ചേർന്നുകൊണ്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഈ തൊഴിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടത്തിയത്. തീർച്ചയായും കോറോ ഹെൽത്തിലുണ്ടായ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഒറ്റയടിക്ക് 800ഓളം ആളുകളെ തൊഴിൽ മേഖലയിൽ നിന്ന് പിഴുതെറിഞ്ഞ നിലപാടിനെ ശക്തിയായിട്ട് നമുക്ക് എതിർക്കേണ്ടതായിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ള സംഘടിത പ്രസ്ഥാനങ്ങളുടെ ശ്രമം ഉണ്ടാവണം എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാനുള്ളത്.
ഇപ്പോ ജൂലൈയിലാണ്, ജൂൺ 29 ആ സമയത്താണ് ഏതാണ്ട് 1.5 മാസത്തിലാണ് ഇവർ ഈ 13,000 കോടി രൂപ നിക്ഷേപിക്കുന്നതിനുള്ള ഒരു ഓഹരി കൈമാറ്റത്തിന്റെ വാർത്തകൾ വരുന്നത്. ഒരു 1.5 മാസം. അപ്പോ ഇതൊരു 13,000 കോടിയൊക്കെ ഒരു കമ്പനി നിക്ഷേപിക്കുന്നത് എന്തായാലും 1.5 മാസം കൊണ്ട് എടുക്കുന്ന തീരുമാനമായിരിക്കുമല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് 1 വർഷത്തോളമായി ചർച്ചയുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അന്നത്തെ പോർട്ട് മന്ത്രിക്കൊക്കെ ഇതിനെ കുറിച്ച് അറിയാമായിരുന്നു എന്നുള്ളത് അന്വേഷിച്ചു. അല്ല, ഇതിനെപ്പറ്റി എങ്ങനെ അറിയാനാണ്? ഇതെല്ലാം അവസാനല്ലേ തീരുമാനിക്കുന്നത്. തീരുമാനിച്ചത് ഇപ്പോഴാണല്ലോ വന്നത്. മുമ്പേ ചർച്ച നടത്തിയിട്ടുണ്ടാവും. ചർച്ച നടത്തിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചർച്ച നടത്താതെ ഇങ്ങനെ ഒരു ദിവസം കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല. എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നു എന്ന് മനസ്സിലാക്കിയതിനെ അടിസ്ഥാനപ്പെടുത്തി MSC ഉൾപ്പെടെയുള്ള കപ്പൽ കമ്പനികൾ അതെങ്ങനെയാണ് കൈവശപ്പെടുത്താനാവുക എന്നുള്ള ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതിന്റെ തുടർച്ചയിലാണ് ഈ സംഭാഷണവും ചർച്ചയൊക്കെ വന്നത്. ചർച്ച വന്നു കഴിഞ്ഞാൽ 25%-ലധികം ഷെയർ, അതിന് കുറവായ ഷെയർ വിൽക്കാൻ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് തന്നെ സമ്മതം വേണ്ട. അദാനിയുടെ കയ്യിലുള്ള ഷെയറിന്റെ 49% ഷെയർ വിൽക്കാൻ തീരുമാനിക്കുമ്പോഴാണ് നയപരമായ പ്രശ്നം ഗവൺമെന്റ് അറിയണം എന്ന് വരുന്നത്. ഗവൺമെന്റ് അറിയാതെ വന്നു എന്നുള്ളതാണ് പ്രശ്നം. എപ്പം ചർച്ച ചെയ്തു എന്നുള്ളതിനേക്കാളും ഗവൺമെന്റ് അറിയാതെ എങ്ങനെയാണ് ഇത് നമ്മളെ കേന്ദ്ര സംവിധാനത്തിലേക്ക് ഉൾപ്പെടെ പോയി, അത് 31-ാം തീയതി പോയി, 29-ന് പോയി, 30-ാം തീയതി അവരുടെ മുമ്പിൽ ആ കാര്യം എത്തിക്കുകയും അതിന്റെ വാർത്ത പുറത്തു വരികയും ചെയ്തു. ജൂൺ 30, 31 ഒന്നിനും. ആ അതെ, വാങ്ങിയേക്കും എന്നുള്ള വാർത്ത മറ്റു പത്രങ്ങളിൽ വന്ന വാർത്തയുടെ ഭാഗമായിട്ട് വന്നെയാണിത്. അതുകൊണ്ട് മാതൃഭൂമി, അതാണ് 2 പത്രത്തിനെ പറ്റി പറഞ്ഞല്ലോ ഞാൻ. മാതൃഭൂമി പത്രത്തിലാണ് അതിന് മുമ്പ് വന്നത് 3-ാം തീയതി. 1-ാം തീയതി പത്രമാണ് ഇംഗ്ലീഷ് പത്രത്തിൽ വന്നത്. അതിന് ശേഷമാണ് 5-ാം തീയതി ദേശാഭിമാനി വരുന്നത്. പിന്നെ മുഖ്യമന്ത്രിക്ക് മാത്രമാണോ മനസ്സിലാവാതിരുന്നത്? അല്ല, ഞാൻ ചോദിച്ച കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാലോ. ഇത് മനസ്സിലാവാതിരുന്നത് ഞങ്ങൾക്ക് മാത്രമാണ്, മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്ന് പറയുന്നതിൽ വല്ല ശരിയുണ്ടോ? ആ ഉണ്ട്. ദേശാഭിമാനി അടക്കം വാർത്തകളൊന്നും അല്ല പറഞ്ഞത്. ദേശാഭിമാനി വന്ന വാർത്തയെ പറ്റിയാണ് പറഞ്ഞത്. ദേശാഭിമാനി വരുന്നതിന് മുമ്പ് മറ്റു പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കൃത്യതയോടുകൂടി തീയതി വെച്ച് പറഞ്ഞത്. ദേശാഭിമാനി വന്നു. ദേശാഭിമാനി വരാൻ പാടില്ല. അതിനെന്താ സംശയമുള്ളത്? ഞങ്ങളത് അന്നും അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിച്ചില്ല. പാർട്ടി പത്രത്തിൽ എന്തെല്ലാം ശരിയാ വരിക, ചിലപ്പോൾ തെറ്റും വരൂലേ, അത്രയേ ഉള്ളൂ. അത് കണ്ടാൽ മതി. അങ്ങനെ കൂടുതൽ തെറ്റൊന്നുമില്ല. അത് മനോരമക്കാണ് കൂടുതൽ തെറ്റ് വരുന്നത്. നിരന്തരം തിരുത്തിക്കൊണ്ടിരിക്കുന്നത് അവരാണ്. അതായത് അതിന്റെ സൂക്ഷ്മാംശം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ പത്രത്തിൽ ഈ രീതിയിലുള്ള വാർത്ത വരുമ്പോൾ ഭാവിയിൽ വരാനിടയുള്ള കാര്യം ഗൗരവപൂർവ്വം ദേശാഭിമാനി കാണണമായിരുന്നു എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ ഇനി കാര്യം. ഇല്ലില്ല, രാഷ്ട്രീയം നഷ്ടപ്പെടുന്നൊന്നുമില്ല. രാഷ്ട്രീയം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ദേശാഭിമാനി മുന്നോട്ടേക്ക് പോകുന്നത്. ഒന്ന് അത് 5-ാം തീയതിയാണ് ദേശാഭിമാനി വരുന്നത്. അല്ല, അതിനെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. പിന്നെ എന്തിനാ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? CPIM ന്യായീകരിക്കേണ്ട യാതൊരു പ്രശ്നവുമില്ല. അതിന് ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗം തന്നെയാണ് ഞാൻ ഇപ്പോഴും ബാക്കി കാര്യം പറയുകയും ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ പ്രശ്നമില്ല. കുറച്ചുകൂടി വേണ്ടി വരും. അതാണ് കാണുന്നത്. അത് നോക്കാം, നമ്മൾ കാണിച്ചോളാം. നല്ല ശ്രദ്ധ ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇനിയും പുലർത്തും. അതെ, അതുകൊണ്ടാണ് ഗവൺമെന്റിനോട് പറയുന്നത് ഒരു കുത്തകയാക്കി ഏതെങ്കിലും ഒരു കമ്പനിക്ക് നൽകാൻ പാടില്ല. ഞങ്ങൾക്കിപ്പോൾ അതിലെ കാര്യം എത്രയേ ഉള്ളൂ. അത് അവിടെ എല്ലാ കമ്പനികൾക്കും കപ്പൽ അടുപ്പിക്കാനും അതുപോലെ തന്നെ കൃത്യമായിട്ടൊരു തുറമുഖം എന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന മൾട്ടിപ്പിൾ സംവിധാനത്തെയാണ് ഗവൺമെന്റ് അന്നും ഇന്നും കണ്ടിട്ടുള്ളത്. ഈ സർക്കാർ അത് മാറ്റി കുത്തകവൽക്കരിക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തുന്നതിനെയാണ് ഞങ്ങൾ അന്നും ഇന്നും എതിർക്കുന്നത്. ഇപ്പോഴും അതല്ല എന്ന നിലപാട് സ്വീകരിച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ആ നിലപാട് സ്വീകരിച്ചാൽ മതി. അദാനിക്ക് വേണ്ടി ഇമാതിരിയുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ സാധ്യതയില്ല എന്ന് KC വേണുഗോപാലിനും അദാനിക്കെതിരായിട്ട് അതിശക്തിയായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയും കൃത്യമായിട്ട് ഈ ഡീലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മറുപടി പറയണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്താ അല്ല, അത് നിങ്ങൾ അതിനു മുമ്പ് തന്നെ ഉണ്ടാക്കിയ കരാറടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ്. ആ വസ്തുത പറയാതിരുന്നിട്ട് എന്താ കാര്യം? അത് യഥാർത്ഥത്തിൽ നിർത്തിവെക്കാൻ ഞങ്ങൾ ആരും ആലോചിച്ചിട്ടില്ല.
ആ പദ്ധതിക്കെതിരായിട്ട് വലിയ കലാപം നടന്നു. വിമോചന സമരത്തിന്റെ ഭാഗമാക്കുമെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. ഒക്കെ നടത്തിയത് UDF-കാർ ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ്. അവരെല്ലാം നടത്തിയിട്ടുള്ള ആ സന്ദർഭത്തിൽ ഞങ്ങൾ പറഞ്ഞത് ഈ പ്രോജക്റ്റ് ഏതായാലും മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത് എന്നാണ്. അത് ആ രീതി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. വാങ്ങാൻ വേണ്ടി കരാർ വെച്ചിരിക്കുന്ന ഈ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന MSL കമ്പനി, അതായത് US കമ്പനികൾക്ക് ഓഹരിയുള്ള ഒരു കമ്പനിയാണ് വന്നിട്ടുണ്ട്. ഇപ്പൊ അത് അല്ല, നമുക്കിത് ഈ കുത്തകകൾക്ക് ലോകത്തെമ്പാടും തന്നെ ബന്ധമുണ്ട്. ലോകത്തെമ്പാടുമുള്ള കുത്തകകൾ എന്ന് പറഞ്ഞാൽ ഒരു കുത്തക മറ്റെല്ലാ കുത്തകകളുമായി പരസ്പരം ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്നവർ ഉൾപ്പെടെ തന്നെയാണ്. അപ്പോൾ US-ന്റെ പിന്തുണയുണ്ടാവും എന്നുള്ള കാര്യത്തിലൊന്നും നമ്മളിപ്പോൾ അതിൻ്റെ ചകഞ്ഞ് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഇവിടെ ഏതെങ്കിലും ഒരു കുത്തകക്ക് അനുവദിക്കാൻ പാടില്ല. പൂർണ്ണമായിട്ടും ഒരു കുത്തക കമ്പനിക്ക് നമ്മുടെ വിഴിഞ്ഞം കമ്പനി പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾ അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം. ശരി. അല്ല, ആ കപ്പൽ വരുന്നത് കൊണ്ട് മാത്രം കുത്തകയാവില്ല. പോർട്ടിന്റെ അധികാരത്തിലേക്ക് വരുമ്പോഴാണ് കുത്തകവൽക്കരണം വരിക. കപ്പൽ വരുന്നതുകൊണ്ട് മാത്രമല്ല. അതൊക്കെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, വിശദീകരിച്ചല്ലോ. ഞങ്ങളെ അപ്പൊ തന്നെ പ്രസവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദേശാഭിമാനിയിൽ വാർത്ത വന്ന അന്ന് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത്. അന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ടല്ലോ. അതിന് വിവരം ഇതേ പറഞ്ഞിട്ടില്ല. അതെ. അല്ല, അല്ലെങ്കിൽ അല്ലാതെ പറയട്ടെ, നിങ്ങളെന്തിനാ പറയാൻ പോകുന്നു മനോരമക്കാർ? അല്ലെങ്കിൽ സതീശൻ പറയട്ടെ, ഞങ്ങൾ പോയത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അദാനിയുമായി ചർച്ച നടത്തിയത് ഞങ്ങൾ ഇതല്ല ഇന്ന കാര്യമാണ് എന്ന് സതീശൻ പറയട്ടെ. അപ്പൊ പിന്നെ വ്യക്തമാവുമല്ലോ. അത് ഞാൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. വർഗവഞ്ചന എന്ന ഗണത്തിൽപ്പെട്ട് പാർട്ടിയെ വഞ്ചിച്ചു പോയ, ചതിച്ചു പോയ ഇവരെ ആരെയും പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള നിലപാടിലേക്ക് പാർട്ടി ഇപ്പോഴും ആലോചിച്ചിട്ടില്ല. അത്രയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കമ്മിറ്റിയിൽ എന്തൊക്കെയാ പറഞ്ഞു എന്നുള്ളത് നിങ്ങളോട് പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ വാർത്ത എന്തൊക്കെ വരും? വാർത്ത നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്ത, നിങ്ങളിപ്പോ ഈ എന്തൊക്കെ വാർത്ത ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നു പറയാൻ പറ്റും? അതെന്താ, ലോകത്തെ ഏത് ആളുകൾക്കും തെറ്റുപറ്റിയവർ തിരിച്ചു വന്നാൽ അതൊരു പൊതു നിയമമാണ്. ആ തെറ്റുപറ്റിയവർ തിരിച്ചു വരും. തിരിച്ചു വന്നാൽ അവരെ എടുക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. ഇവരിപ്പം വഞ്ചിച്ചിട്ട് പാർട്ടിയെ ഏറ്റവും കടുത്ത രീതിയിലുള്ള കടന്നാക്രമണത്തിന് വിധേയപ്പെടുത്തിയിട്ടുള്ള 3 ആളുകളാണല്ലോ. അതുകൊണ്ടാണ് വർഗവഞ്ചന എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അത് നേരത്തെ പറഞ്ഞതാണ്.